ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് 20 പോയിൻറ്റ് നെഗറ്റീവാണ്. S&P 22 പോയിൻറ്റ് നെഗറ്റീവാണ്. നസ്ഡാക്ക് 110 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു ഫ്ലാറ്റാണ്, 15 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത മാർക്കറ്റിൽ ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിന് മുന്നുള്ള 2 ദിവസത്തെ ക്യാൻഡിലും നമ്മൾ റീഡ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് മാർക്കറ്റിൽ എവിടെ നിന്ന് ബോട്ടത്തിലൊരു ബൈയിങ് പ്രഷറുണ്ട് ഇല്ലേ. ഏകദേശം 25,060 മുകളിൽ ഒരു ബൈയിങ് പ്രഷറുണ്ട്. ഇന്നലത്തെ ഡോജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ബൈയിങ് പ്രഷർ ക്ലിയറാണ്. മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു സോണിന്ന് 25,087 മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിട്ടുണ്ട്. മുകളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സെല്ലിംഗ് പ്രഷറും വന്നു. മാർക്കറ്റ് ഒരു ഡോജി എവിടെയാണോ ഓപ്പൺ ചെയ്തത് അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ക്ലോസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടതെന്ന് പറയുന്നത് മാർക്കറ്റ് എവിടെ ക്ലോസ് ചെയ്യുന്നു എന്നാണ് മാർക്കറ്റിൽ നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഏരിയ, അതായത് ഹൈക്കും ലോയും, ഇന്നലത്തെ ലോ, ആ ഒരു ഏരിയയ്ക്ക് പുറത്തോട്ട് എങ്ങോട്ടാണോ ഒരു ബ്രേക്കൗട്ട് വരുന്നത് അങ്ങോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇന്നത്തെ ക്ലോസിംഗ് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ക്ലോസിംഗ് എവിടെ വരണം? ഒന്നുകിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഡോജിയുടെ ലോ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ വരണം. അതായത് ഏകദേശം ഇവിടെ നിന്നാണ് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയത്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നേരെ താഴെ വന്നു. കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ബൈയിങ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷറിൽ മുകളിലോട്ട് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ മുകളിലോട്ട് കയറി. നമുക്ക് ഇതൊന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഡോജി ക്യാൻഡിൽ ആദ്യത്തെ 5 മിനിറ്റ് വന്നത് തന്നെ ഒരു ഡോജി നല്ല ഒരു ബൈയിങ് പ്രഷർ വന്നിട്ട് തിരിച്ച് കയറിയിട്ട് മുകളിലോട്ട് പോയതാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ലെവലെന്ന് പറയുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റിൽ ഒന്നിൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലോ ബ്രേക്ക് ആവണം. ഈ ഒരു ലോ, അതായത് ഡോജിക്ക് ഇടയിൽ വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് ഇന്ന് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു സൈഡ് വേസിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. താഴത്തെ ലെവലെന്ന് പറയുന്നത് കൃത്യമായിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് സെല്ലിംഗ് പ്രഷർ ബൈയിങ് പ്രഷർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് മാർക്കറ്റ് ചെറിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ചെറിയൊരു ഫോളാണെന്ന് പറയേണ്ട, ഏകദേശം ഒരു 300 പോയിൻറ്റ്, 200 പോയിൻറ്റ്, ഞാൻ ഇടയ്ക്കുള്ള ഇതെടുത്ത് മാറ്റി 24,900 ആയിരിക്കും ഒരു സ്ട്രോങ് അടുത്തൊരു ബൈയിങ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഏരിയ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് റീടെസ്റ്റിന് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് എൻട്രി നോക്കാം. ഇത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിലെങ്കിലും ഒരു ബ്രേക്കൗട്ട് കിട്ടണം. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫുൾ ഇതൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഒരു റിവേഴ്സ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് വന്നിട്ട് 24,900 ആയിരിക്കും. അതായത് ഈ ഒരു ഏരിയ 25,060 താഴോട്ട് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,900 വരയ്ക്കും മാർക്കറ്റ് പോവാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇന്നലത്തെ ഹൈ 25,222. ഇന്നത്തെ ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഞാൻ പറഞ്ഞ ഈ മന്ത് എക്സ്പയറിക്ക് മുന്നേ ഒരു 26,000 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടണം. മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുള്ളൂ.
മുകളിലോട്ടുള്ള എൻട്രി ലോവർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ചാർട്ടിൽ പറയാം എവിടെ നിന്നാണ് എൻട്രി എടുക്കേണ്ടതെന്ന് മുകളിലോട്ട്. അപ്പോൾ ഡേ ക്യാൻഡിൽ ഇത്രയാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ സമ്മറി സ്റ്റോക്സിൽ FIS 446 കോടിക്ക് സെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ DIS ബൈയിങ് ആണ് 1585 കോടി, ഏകദേശം 1000 കോടിക്ക് മുകളിൽ നെറ്റ് ബൈയിങ് ആണ് DIS. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഇന്ന് എക്സ്പയറി ആണ്. ഇന്ന് മിക്കവാറും ഒരു 2 സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിഫ്റ്റിയിൽ. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, കഴിഞ്ഞ 3 ദിവസവും ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇതിന് ഉള്ളിലാണ് ക്ലോസിങ്. 3 ദിവസം ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് ക്ലോസിങ് വന്നിട്ടുള്ളത്. മുകളിൽ കയറിയപ്പോഴൊക്കെ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി, ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. ഈ ഏരിയ മൊത്തം ബൈയിങ് പ്രഷറാണ്. അപ്പോൾ ഇതിന് പുറത്തോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. അത് ഇന്ന് മിക്കവാറും സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു ബോക്സിന് പുറത്ത് മാർക്കറ്റ് എന്തായാലും ഈ ഒരു റേഞ്ചിന് വെളിയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും, അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടും. എന്തായാലും ഇന്നത്തെ ക്യാൻഡിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ക്യാൻഡിലാണ് ഇന്നത്തെ ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഈ ഒരു റേഞ്ചിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാണ് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഡോജി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് മുകളിൽ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നപ്പോഴേ തന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, ഇത് അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ബൈയിങ് പ്രഷർ വന്ന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലോട്ട് പോകും. അവിടെ നിന്ന് ഞാൻ ഈ വര ആ സമയത്ത് വരച്ചിട്ടതെന്നാണ്. ഞാൻ 25,246, 25,264, ഏകദേശം 25,250 പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. നിങ്ങൾക്കറിയാം ഞാൻ 12 മണി വരെ മാർക്കറ്റിൽ ഇരിക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് അതിന് ശേഷമുള്ള അപ്ഡേഷൻസ് ഒന്നും തരാറില്ല. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടി. അതോടൊപ്പം തന്നെ 1 മിനിറ്റിലായിരുന്നാലും ശരി, 5 മിനിറ്റിലായിരുന്നാലും ശരി, 3 മിനിറ്റിലായിരുന്നാലും ശരി, നമ്മൾ RSI പഠിച്ചിട്ടുണ്ട് അല്ലേ? RSI ഡിവർജൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ? ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ചാർട്ട് പാറ്റേൺസിൽ ഡബിൾ ബോട്ടം ചെയ്തിട്ടുണ്ട്. സെയിം അത് തന്നെയാണ് ഡബിൾ ടോപ്പിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനിൽ രാവിലെ നിന്ന് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നു. ഇവിടെ നിന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ വന്നു, ഇവിടെ നിന്ന് വീണ്ടും ലോ വന്നു, ഇവിടെ ഹൈ വന്നു, ഇവിടെ ലോ വന്നു. ഇതെല്ലാം ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ്. അത് ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അപ് ട്രെൻഡാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ചെറിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അടുത്ത് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമുക്ക് അവിടെ എന്ത് വരുന്നു? അവിടെ നമുക്കൊരു ബെൻഡ് വരികയാണ്. ഇവിടെ നിന്നൊരു ബെൻഡ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യത ഉണ്ട്. നമ്മുടെ ട്രെൻഡ് മാറുകയാണ് ഇല്ലേ? ട്രെൻഡ് മാറാൻ കാരണം എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനിൽ വന്നിട്ടിരുന്നിട്ട് ഇവിടെ ഒരു ലോവർ ലോ ഫോർമേഷൻ വന്നു, പിന്നെ അടുത്തൊരു ഈക്വൽ ലോയും വന്നു, ഈക്വൽ ഹൈയും വന്നു. ഈ 2 ഹൈയും വരുന്ന സമയത്തുള്ള നമ്മുടെ RSI എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ഈ ഒരു ഹൈ വന്ന സമയത്ത് RSI എബോവ് 70 ആയിരുന്നു ഇല്ലേ? അടുത്ത് ഇതിൻ്റെ മുകളിലൊരു ഹയർ ഹൈ വന്നപ്പോൾ ഈ ഒരു ഹൈ വന്ന സമയത്ത് RSI തൊട്ട് താഴോട്ട് വന്നു. RSI ഹയർ ഹൈ വന്നില്ല, ഈക്വൽ ഹൈ ആയിരുന്നു. വീണ്ടും ഇവിടെ നിന്നൊരു ഡബിൾ ടോപ്പ് വന്നപ്പോഴത്തേക്കും ഈക്വൽ ഹൈ വന്നപ്പോഴത്തേക്കും RSI എവിടെയാണ്? RSI താഴെയാണ്. അപ്പം RSI ഡിവർജൻസ് എന്താണ്? നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഡബിൾ ടോപ്പ് വരുന്ന സമയത്ത് RSI ഡിവർജൻസ് താഴോട്ടാണ്. ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു ഇല്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ടും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയിട്ട് പിന്നെ അവിടെ റീടെസ്റ്റിനാണ് പോകുന്നത്
അവിടുന്ന് ഒരു എൻട്രി കിട്ടുമായിരുന്നു. ഞാൻ ആ സമയത്ത് മാർക്കറ്റില്ല, ഞാൻ ഇടയ്ക്ക് ഫോൺ നോക്കുമ്പോഴൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ RSI ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സിലായിരുന്നാലും ശരി 3 മിനിറ്റ്സിലായിരുന്നാലും ശരി അവിടെ കൃത്യമായിട്ട് RSI ഡിവർജൻസ് വർക്കായിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് താഴോട്ട് വന്നു. ഞാൻ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഫ്യൂച്ചറിന് കോൾ തരുന്നത് ഗ്രൂപ്പിനകത്ത്. ഓക്കെ, അപ്പം അതാണ് ഇന്നലത്തെ മാർക്കറ്റിൽ സംഭവിച്ചത്. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ടിരുന്നിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. FIS ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2.76 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. അതുപോലെ തന്നെ 2.99 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. രണ്ടും ബൈയിങ് ആണ്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ 1.27 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. 26,755 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. ഓക്കെ, ക്ലൈൻറ്റ് 4.3 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 3.3 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. മാർക്കറ്റ് മിക്കവാറും നാളെ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിന് സാധ്യതയുണ്ട്. മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലുള്ള ഒരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് മാർക്കറ്റിൽ. മിക്കവാറും ആദ്യത്തെ സെഷൻ മുകളിലോട്ടും രണ്ടാമത്തത് താഴോട്ടുമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ഇന്നലത്തെ ഹൈ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയിട്ടായിരിക്കും മിക്കവാറും താഴോട്ട് വരാൻ സാധ്യത ഉള്ളത്. അങ്ങനെ അവനാണ് മിക്കവാറും സാധ്യത. രണ്ട് സൈഡിലോട്ടും എന്തായാലും CPR രണ്ട് സൈഡിലോട്ടും ബ്രേക്കൗട്ട് കിട്ടും. CPR എന്തായാലും നാരോ CPR ആണ്. CPR രണ്ട് സൈഡിലോട്ടും ബ്രേക്കൗട്ടിനുള്ള സാധ്യത ഉണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ. ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലാണ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ 25,063, 25,084 നല്ലൊരു സപ്പോർട്ടായിരിക്കും. മാർക്കറ്റ് മിക്കവാറും ഇവിടെ നിന്ന് ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്ലോസിംഗ് നോക്കുക. ഒരു താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിലും ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിലും ആദ്യത്തെ 5 മിനിറ്റ് ചിലപ്പോൾ CPRന് മുകളിലൊരു ക്ലോസിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് നോക്കുക കൃത്യമായിട്ട്. ഓപ്പണിങ്ങിൽ തന്നെ ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് ഓപ്പണിങ്ങിൽ തന്നെ ഒരു ബൈയിങ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ 25,198, 25,119 ഈ ഒരു ഏരിയ നോക്കുക. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 2 ടാർഗറ്റ് ഉണ്ട്. 25,278, 25,296, 25,346, 25,365 ഈ 2 ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നൊരു സ്ട്രോങ് ഒരു 15 മിനിറ്റ്സ് മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് തന്നെ നോക്കണം. 25,198 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സ്ട്രോങ് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ടാർഗറ്റിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. 25,278, 25,296, 25,346, 25,365 താഴോട്ടുള്ള ലെവലും ഇത് ഒരു 15 മിനിറ്റ്സിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,993, 25,013 റേഞ്ച് നോക്കാം. സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് 24,917, 24,936. അപ്പം ഇത് രണ്ടുമാണ്. ഏറ്റവും താഴത്തത് 24,917, 936 റേഞ്ചും 25,346, 365 റേഞ്ചും. മാർക്കറ്റ് ഓരോ ബ്രേക്കൗട്ടും നോക്കുക. മിക്കവാറും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25,198 ബ്രേക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ 25,300, 380 ആ ഒരു റേഞ്ച് വരയ്ക്കും ചിലപ്പോൾ കയറി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നും പറഞ്ഞിരുന്നു ഈ ആഴ്ച എക്സ്പയറിക്ക് മുന്നേ ചിലപ്പം 25,300, 380 തൊടാൻ സാധ്യതയുണ്ടെന്ന്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു റേഞ്ചും 25,000
20,000-ലാണ് 25,500-ലാണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത്. ഒരു 20 മുകളിലോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ 24,400 ആ ഒരു റേഞ്ചിലൊക്കെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിന് മുകളിലോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ 400 ആ ഒരു റേഞ്ചിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. അപ്പം ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിൽ തരാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.